ഹലോ ഹാപ്പി സോൾസ്. നമ്മുടെ സെൽഫ് ലവ് ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡേ 1 ചാടി, ഡേ 2 ഓടി, ഡേ 3 ഡേ 4 അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡേ 5 നിൽക്കുകയാണ്. അപ്പോൾ ഡേ 4 നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കുക എന്തൊക്കെയാണെന്ന്. നമ്മുടെ പാസ്റ്റ് കാര്യങ്ങളിലുണ്ടായ നമ്മുടെ ടെൻഷനും വിഷമങ്ങളും സങ്കടങ്ങളും പേടികളും സംശയങ്ങളും എല്ലാം നമ്മൾ റിലീസ് ചെയ്യുവാണെന്നാണ് നമ്മൾ ഇന്നലെ മുഴുവൻ പ്രാക്ടീസ് ചെയ്തത് അല്ലേ. നമ്മുടെ മനസ്സിലാവാൻ അനാവശ്യമായി കിടക്കുന്ന നെഗറ്റീവ് ഇമോഷൻസാണ് ഇവരൊക്കെ വളരെ വലിയ ഫ്രണ്ട്സാണ്. അപ്പം ഫിയറും ഡൗട്ടും കൂടെ എപ്പോഴും ഒരുമിച്ചേ കൂടി വരുള്ളൂ. അവരെയൊക്കെ പുറം തള്ളാനായിട്ട്, അവരെയൊക്കെ വിട്ട് കളയാനായിട്ട് നമ്മൾ റെഡിയാണെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഡേ 1 നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ഡേ 2 നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഡേ 3 നമ്മളോട് എന്തൊക്കെയാണോ സംസാരിക്കുന്നത് അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ടേ പറയത്തുള്ളൂ. പഴയ കാര്യങ്ങളെല്ലാം വിട്ട് കളയാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഒരുക്കമാണെന്നാണ് നാം പറഞ്ഞത്. ഡേ 4 വന്നപ്പോൾ നമ്മൾ ആ ഓരോ കാര്യങ്ങളെയും റിലീസ് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളെയും നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഡേ 4 ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നമ്മുടെ ഈ നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം നമ്മളാണ് വിട്ട് കളയാത്തത്. ഇതിനോടൊക്കെ നമുക്കൊരു വല്ലാത്ത പ്രണയമാണ്, നമ്മൾ പോലും അറിയുന്നില്ല സംഭവം. നമ്മളെപ്പോഴും നെഗറ്റിവിറ്റി കിടക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് പോലെയാണ് എനിക്ക് എൻ്റെ അടുത്തേക്ക് 1-to-1-നും ഹോപ്പിനൊപ്പം ഹീലിംഗ് സെഷനിലൊക്കെ വരുന്നവരിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഡേ 5 നമ്മൾ ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡാണ്. എല്ലാ ദിവസവും മനോഹരമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസത്തെയും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് അത്രയും എക്സ്പീരിയൻസ് എടുത്തിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സാധനം പോലെ എന്താണെന്ന് അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുകയും എന്നെ കുറ്റം പറയുകയും എനിക്കിഷ്ടമല്ലാത്ത രീതിയിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനതിന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്നോടുള്ള സെൽഫ് ടോക്കുകളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എൻ്റെ സെൽഫ് ടോക്കൊക്കെ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഈ ഒരു മിറർ വർക്ക് പ്രാക്ടീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പറ്റിയുള്ള ഒരു അവയർനെസ്സാണ്. നമ്മൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കൃത്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. നമ്മുടെ കണ്ണിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഈ ഉള്ളിലിരിക്കുന്ന ആളെ അറിയത്തില്ല, പക്ഷെ പുറത്തുള്ള എല്ലാവരും അറിയാം. നമുക്ക് നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ അയലത്തുകാരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും എല്ലാവരും കൃത്യമായിട്ട് എല്ലാവരുടെ സ്വഭാവം, അവർക്ക് എന്ത് പറഞ്ഞാൽ ഇഷ്ടപ്പെടും, എന്ത് പറഞ്ഞാൽ സങ്കടപ്പെടും എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മളെ പലപ്പോഴും കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ സങ്കടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അതുതന്നെയാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് റിലേഷൻഷിപ്പിലെ പ്രശ്നമാണ്, കരിയറിലെ പ്രോബ്ലമാണ്, ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെന്നൊക്കെ. പക്ഷെ ഒരിക്കലും അല്ല. നമുക്ക് സർഫസ് ലെവലിൽ കാണുന്നൊരു പ്രോബ്ലമാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും മനോഹരമായി ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന എൻ്റെ ഹാപ്പി സോൾസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഫിനാൻസിലായിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്തിലായിക്കോട്ടെ, എന്തിലുമായിക്കോട്ടെ, നിങ്ങളുടെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രോബ്ലങ്ങളെ, പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു പവറുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഹീലറുണ്ട്. ആ ഹീലറിന് അതിന് പുതിയൊരു ജന്മം കിട്ടുകയും അതെല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം നേടാൻ നിങ്ങളെ കേപ്പബിളാക്കുക, നിങ്ങളെ പ്രാപ്തമാക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ സെൽഫ് ലവ് പ്രാക്ടീസിലൂടെ ചെയ്ത് ശീലിക്കുന്നത്. ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യും മാഡം എന്ന് ചോദിക്കേണ്ട. 21 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങുക. കാര്യം 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കുറേ ക്ലെൻസ്ഡ് ആവും, ഒത്തിരി ഹീലാവും. അതിനുശേഷം പിന്നെയും ഇതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പായിട്ടുള്ള ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നെയും. അപ്പോൾ അതിൻ്റെ വേറൊരു ഡയമെൻഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളെ കാണാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ആണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സെൽഫ് ലവ് പ്രാക്ടീസിനോടൊപ്പം ഹോപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കിനും അതൊരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡായിട്ട് മാറും. അപ്പം എനിക്ക് ചെറിയൊരു പനിയുണ്ട്, അതാണ് സൗണ്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത്. അതിന് ക്ഷമിക്കണം.
നമ്മുടെ സെൽഫ് ലവ് പ്രാക്ടീസിൻ്റെ കൂടെ ഹോ ഒപ്പനോ പോനോ കൂടെ വരുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഒരു മാജിക്കൽ ഹീലിംഗ് എനർജി ഉണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നമ്പർ ഉണ്ടാവും, വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരാം. യു ക്യാൻ ഹീൽ യുവർ ലൈഫ് വിത്ത് എസ്. അപ്പോൾ ഇന്ന് ഡേ 5 നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, പക്ഷേ അത് നിങ്ങളെ മാജിക്കലി ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ട സ്നേഹവും അംഗീകാരവും ഒക്കെ നമ്മൾ ചുറ്റും അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ, ഒരു കറി വെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ, ഒരു ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ആഗ്രഹം ഉണ്ടാവും. ആരെങ്കിലും നമ്മളെ ഒന്ന് അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സന്തോഷമാണ് കിട്ടുന്നത് അല്ലേ? ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് പിന്നെ ആ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും അവർ കഴിച്ചിട്ടത് അടിപൊളിയാണ്, മനോഹരമാണ്, നല്ല ടേസ്റ്റാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇഷ്ടം പിന്നെയും വരും. പക്ഷേ എന്താണ്, പലരും അത് നമ്മളെ അംഗീകരിച്ച് തരാറില്ല. അപ്പം നമ്മൾ ഈ അംഗീകാരത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും പലരുടെ അടുത്തായിട്ട് ഓടി നടക്കുന്നൊരു പ്രവണതയാണ് നമ്മുടെ ഉള്ളിൽ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ കൈകൾ ഇങ്ങനെ ഒന്ന് എടുത്ത്, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് കൈ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കണം, ചേർത്ത് നമ്മളെ ഒന്ന് പിടിക്കണം. പിടിച്ചിട്ട് നമ്മുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയിട്ട് പറയണം, ഐ ലവ് യു സോ മച്ച് ഡാർലിങ്. ഇപ്പം നിങ്ങളെ ഡാർലിങ് ഒന്നും വിളിക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മൈ ഡിയർ ഡാർലിങ്. ആ സ്നേഹം സ്വീകരിക്കാൻ നീ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് അല്ലേ? എന്നിട്ട് നമുക്കൊരു ബ്രീത്ത് എടുക്കാം, 2-3 തവണ ബ്രീത്ത് എടുക്കാം. നിങ്ങൾക്ക് എത്ര തവണ ബ്രീത്ത് എടുക്കണോ അത്രയും തവണ ആ ബ്രീത്ത് എടുത്തിട്ട് നമുക്കൊന്ന് സെറ്റിലാവാം. അതിനുശേഷം നമ്മൾ പറയേണ്ട കാര്യം, ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈ സെൽഫ്. ഞാൻ എന്നെ അംഗീകരിക്കുകയും ഞാൻ എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാലുണ്ടല്ലോ, ആ കൈകൾ, 2 കൈകൾക്കുള്ളിലിരിക്കുന്ന ആ ഒരു ആളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കാനും ഈ ഭൂലോകത്ത് കഴിവുള്ള ഒരാൾ. നിങ്ങൾ പുറത്തന്വേഷിച്ച് നടക്കുന്ന സ്നേഹവും അംഗീകാരവുമാണ് നിങ്ങളുടെ 2 കൈകൾക്കുള്ളിലിരിക്കുന്നത്. ഈ ഭൂമിയിൽ ആ വ്യക്തിയോളം നിങ്ങളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിവുള്ള വേറെ ഒരാളില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്നീ ഒരു ദിവസം രാവിലെ നിങ്ങൾ മിറർ വർക്ക് പ്രാക്ടീസ് ചെയ്ത് വൈകുന്നേരം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്നതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 100 തവണ, മിനിമം ഒരു 100 തവണ ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ് എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. അപ്പോൾ ഡേ 5 വളരെ സിമ്പിളാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുകയും ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. താങ്ക് യു സോ മച്ച്. ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ് ആൻഡ് ലവ് ദ പ്ലാനറ്റ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി.